അപ്പോൾ ഞാനിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ദുബായിലെ മോൾ ഓഫ് എമിറേറ്റ്സിലാണ്. ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് കോർട്ടാണ് ഉള്ളത്. ഇവിടെ എന്തൊക്കെ ഫുഡ് നമുക്ക് പറ്റിയ ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടാവുക. അപ്പോൾ ഓരോ കൗണ്ടറായിട്ട് ചെക്ക് ചെയ്യാം. കാഹു ഗല്ലി എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് കണ്ടത്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. ബിരിയാണി, സമൂസ, പാനിപൂരി അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്ന് ഓരോ കൗണ്ടർ നോക്കുമ്പം ഇവിടെ ബർഗർ കിങ് ഉണ്ട്. ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിൽ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട്. ചിക്കൻ മുതൽ KFC അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. പിസ്സ ഹട്ട് എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം നാടൻ ഭക്ഷണം മാത്രം കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, നല്ല ക്രൗഡൊക്കെ ഉണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞത് പുറത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടൻ സംഭവങ്ങളൊക്കെ കിട്ടും. അത് അന്വേഷിച്ച് ഞാൻ അങ്ങനെ പോകാൻ കേട്ടോ. ഫുഡ് കോർട്ടിലെ ഭക്ഷണം എനിക്ക് പിടിക്കാത്തതുകൊണ്ട് ഞാൻ മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ പുറത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. എന്താണ്? മാൾ വ്യൂ റെസ്റ്റോറൻറ്റ്. ഇതൊരു മലയാളി റെസ്റ്റോറൻറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു വിശാലമായ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇവിടെ എന്ത് കിട്ടും നോക്കാം. കഴിക്കാൻ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യലി ബീഫ് ബിരിയാണിയാണ്. പിന്നെ ഗീ റൈസ് ബീഫ് കറി, ഗീ റൈസ് ചിക്കൻ കറി. കോംബോ ഉണ്ടോ? എന്തെങ്കിലും നെയ്ച്ചോറ് കോംബോ ഉണ്ടോ? നെയ്ച്ചോറ് ബീഫ് കോംബോ. ഓക്കെ, അന്നേരം നെയ്ച്ചോറ് ബീഫ് കോംബോ ആയിക്കോട്ടെ. ഓക്കെ. സത്യസന്ധമായിട്ട് പറയും ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ അടുത്ത് വരുമ്പോൾ ഇവിടെ ഒരു മലയാളി കടയുണ്ട്. ഞാൻ അകത്ത് ഭക്ഷണം കിട്ടില്ല എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പം കഴിച്ചിട്ട് പറയാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതിലേക്കും ബൈ.